നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സർക്കാരിന് കീഴിലുള്ള അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള PSC വഴി തന്നെയാണ് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറിലേക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിയമനം നടത്തുവാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വിശദമായി പരിശോധിക്കാം. അപ്പോൾ ഇതാണ് കേരള PSC നവംബർ 16 പുറത്തിറക്കിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറിലേക്ക്, കേരളത്തിലുള്ള അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറിലേക്ക് സ്റ്റോർ കീപ്പർ വാക്കൻസികളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുവാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് തുടക്കത്തിൽ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്, അതായത് ഡിസംബർ 23 അവസാന തീയതി. അപ്പോൾ ഡിസംബർ 23 രാത്രി 12 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട സമയം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾ ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. അവസാന തീയതി ഡിസംബർ 23 കാറ്റഗറി നമ്പർ 238/2020. അപ്പോൾ നിങ്ങൾക്ക് കേരള PSC ലോഗിൻ ചെയ്തതിനു ശേഷം, നിങ്ങളുടെ കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഈ കാറ്റഗറി നമ്പർ 238/2020 എന്ന ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പോസ്റ്റാണ്, അതുകൊണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക്, അതായത് സ്കെയിൽ ഓഫ് പേ, നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഏകദേശം 8,960 രൂപ മുതൽ 14,260 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. മാത്രമല്ല ഒഴിവുകൾ നിലവിൽ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇനി ഒഴിവുകൾ വളരെ കുറവാണെന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. 2 ഒഴിവുകളാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാതിരിക്കരുത്. കാരണം PSC വഴി അപേക്ഷിക്കാൻ പ്രത്യേകിച്ച് ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഇത് തന്നെയാണ്. പിന്നെ മാത്രമല്ല മറ്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് യോഗ്യതയുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീണ്ടും പരിശോധിക്കാവുന്നതാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നൽകിക്കുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം ജനറൽ കാറ്റഗറി. അപ്പോൾ എല്ലാവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റ് തന്നെയാണത്. ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സിലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 2/1/1980 1/1/2002 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. മാത്രമല്ല SC/ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ്. അപ്പോൾ ഈ ഒരു പ്രായപരിധിയിലുള്ള ആളുകൾ തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് നൽകിയിരിക്കുന്നത്. SC/ST OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. SLC പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന യോഗ്യത മാത്രമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ SLC പാസ്സായ എല്ലാ ആളുകൾക്കും ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും SLC പാസ്സായ ആളുകൾക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും SLC യോഗ്യതയുള്ള ആളുകൾ നിങ്ങളുടെ കേരള PSCയുടെ ഈ ഒരു വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ 238/2020 സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടെ കാണാം. അവിടെ നിന്ന് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും SLC ആണ് അടിസ്ഥാന യോഗ്യത. SLC യോഗ്യതയുള്ള എല്ലാവർക്കും ഈ പറയുന്ന സ്റ്റോർ കീപ്പർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം എന്നാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു വെബ്സൈറ്റ് ലിങ്കും കേരള PSC തുളസി എന്ന ഈ ഒരു വെബ്സൈറ്റ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് SLC യോഗ്യരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കാവുന്നതാണ്. മൊബൈൽ വഴി നമുക്ക് ഈസിയായി തന്നെ അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം, ഇത്തരത്തിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷനുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസംബർ 23 ബുധനാഴ്ച രാത്രി 12 മണി വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം. അപ്പോൾ ഡിസംബർ 23 മുന്നേ തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായും അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. നമുക്കറിയാം അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടറിലേക്കാണ്, കേരളത്തിലെ ആ ഒരു അപെക്സ് സൊസൈറ്റീസ് ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന കേരള ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ആ ഒരു സെക്ടറിലേക്കാണ് നിങ്ങൾക്ക് നിയമനം ലഭിക്കുക. സ്റ്റോർ കീപ്പറാണ് വാക്കൻസി. 8,960 രൂപ മുതൽ 14,260 രൂപ വരെയും നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. 2 ഒഴിവുകളാണ് ഉള്ളത്. എന്തായാലും SLC യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല SLC യോഗ്യതയുള്ള എല്ലാ ആളുകളും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.